പാലാ നഗരസഭയ്ക്ക് മുന്നിലെ ശവപ്പെട്ടി സമരം അവസാനിപ്പിച്ചു. അനധികൃത നിർമ്മാണത്തിനെതിരെ 90% നടപടി സ്വീകരിച്ചിട്ടുള്ളതാണെന്ന് പാലാ നഗരസഭ അധ്യക്ഷ ദിയ ബിനു പുളിക്കക്കണ്ടം പറഞ്ഞു. നിലവിൽ കെട്ടിടത്തിന്റെ ലൈസൻസ് റദ്ദാക്കിയിട്ടുള്ളതാണെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. ഈ ഒരു പ്രശ്നത്തെപ്പറ്റി നഗരസഭ അധികൃതർ നിയമപരമായി നടപടി സ്വീകരിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. ആ ബിൽഡിങ്ങിന്റെ ലൈസൻസ് കട്ടാക്കിയിരിക്കുന്നതാണ്. അവിടെ ഇപ്പോൾ ആരും പ്രവർത്തിക്കുന്നതുമില്ല. നമ്മൾ നിയമപരമായി നോട്ടീസും കൊടുത്തിട്ടുണ്ട്. 3 നോട്ടീസുകൾ കൊടുക്കണം. 3 നോട്ടീസ് അതിന് ഒരു 15 ദിവസത്തെ സാവധാനം വെച്ച് ഓരോ നോട്ടീസുകൾ കൊടുക്കണം. രണ്ടാമത്തെ നോട്ടീസ് ഈ ഉടനെ അതി കൊടുക്കും. ഈ 3 നോട്ടീസുകളും കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കിപ്പോൾ പൊളിച്ചു മാറ്റാനും നീക്കങ്ങൾ ചെയ്യാനാണെങ്കിലും നമുക്ക് എന്തെങ്കിലും നിയമപരമായി നടപടി ചെയ്യാൻ കഴിയുള്ളൂ. നിയമപരമായി തന്നെ ഇവിടെ നഗരസഭ ഇതിൻ്റെ ആക്ഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഓൾറെഡി പ്രൊസീജിയറിലാണ്. ഇത് കൂടുതൽ നമുക്ക് നിയമപരമായി പെട്ടെന്നൊരു എന്താ പറയുന്നത് പൊളിച്ചു മാറ്റാൻ നാളെ പൊളിച്ചു മാറ്റാവുന്ന ഒരു സാഹചര്യം നമുക്ക് നിയമത്തെ അങ്ങനെ വെല്ലുവിളിച്ചൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. നിയമപരമായി ഇതിൻ്റെ സാവകാശം എടുത്ത് ഈ ഓരോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. തുടർന്ന് കൗൺസിലർമാരുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം സമരം അജി മാർക്കോസ് പിൻവലിച്ചു. വൈകുന്നേരം 6 മണി വരെയായിരുന്നു സമരം പ്രഖ്യാപിച്ചിരുന്നത്. ഐഫോറിയ ന്യൂസ്, പാലാ.